ഹായ്, ഹലോ കൂട്ടുകാരെ. ഇന്ന് ഞാൻ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. കാര്യം കുറേ കാലമായി വിചാരിക്കുന്നു ഈ വീഡിയോ ചെയ്യണമെന്ന്. പക്ഷേ സാഹചര്യം അതിന് പറ്റിയില്ല. ഇപ്പോഴാണ് ഒത്തു വന്നത്. പല പ്രാവശ്യം ഉപയോഗിച്ചെങ്കിലും അത് വീഡിയോ ഇടാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നാണ് ഞങ്ങൾ അതിൻ്റെ വീഡിയോ ഇടാനായിട്ട് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ റോസ്മേരിനെ കുറിച്ചാണ് കേട്ടോ. റോസ്മേരി വാട്ടർ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. നമുക്ക് നമ്മുടെ തലയിലൊക്കെ സ്പ്രേ ചെയ്യാനായിട്ട് നല്ല താരനൊക്കെ പോയി നല്ല കലർന്ന, അതായത് നല്ല കട്ടിയോടുകൂടി മുടി വളരാനും അതുപോലെ നല്ല ഭംഗിയുള്ള മുടി വളരാനൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ടിപ്സാണ് നമ്മുടെ റോസ്മേരി. ഇപ്പോൾ റോസ്മേരി ഇപ്പോൾ വീടുകളിലൊക്കെ തൈകളൊക്കെ വെച്ച് ആളുകൾ പിടിപ്പിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് തൈയൊന്നും വെച്ച് പിടിപ്പിക്കാനായിട്ട് കിട്ടാനില്ല. എനിക്ക് ആ തൈ മേടിക്കുന്നുണ്ട്. അത് എവിടെ നമ്മുടെ നഴ്സറിയിലൊക്കെ പോയി അന്വേഷിക്കണം. പിന്നെ റോസ്മേരി ഞങ്ങൾ നമ്മുടെ പെട്ടി മരുന്ന്, ആയുർവേദ മരുന്നുകളൊക്കെ വാങ്ങാൻ കിട്ടുന്ന സ്ഥലത്താണ് വാങ്ങിയാണ്. അടിപൊളി ഇതാണ് കേട്ടോ. നല്ല മണവും നല്ലൊരു മരുന്ന് ഇതാണ് റോസ്മേരി. അത് ഡ്രൈ ആയിട്ടുള്ളതാണ്, ഡ്രൈ ആയി ലീഫാണ് വാങ്ങി വെക്കുന്നത്. അതാണ് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാനും നല്ലത്. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് റോസ്മേരിയുടെ വാട്ടർ സ്പ്രേ ചെയ്യാനായിട്ട് നമ്മളത് ഉണ്ടാക്കണേന്നുള്ളത് കാണിച്ചു തരാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് വന്നതാണെങ്കിൽ നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നും പറയുന്ന പോലെ തന്നെ പറയുന്നു, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഒരു ബുദ്ധിമുട്ടില്ലാത്ത വീഡിയോ ആണ്. നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഫലപ്രദമായ ഒരു വീഡിയോ ആണ്. പിന്നെ എന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലവർക്കും ഇത് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഓൺലൈനായിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ. നമുക്ക് ആരാ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇതിൽ ഫോൺ വിളിച്ച് പറയുകയാണെങ്കിൽ നമുക്കത് ആവശ്യക്കാർക്ക് അയച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ അതിൽ തുടക്കം തന്നെ പറയുന്നു, ഫോൺ നമ്പർ പറയുന്നു. ഫോൺ നമ്പർ 98 47 52 57 26. ഇതാണ് എൻ്റെ നമ്പർ. അപ്പോൾ ഈ നമ്പറിലേക്ക് വിളിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇത് അഡ്രസ്സൊക്കെ കറക്റ്റായി തരികയാണെങ്കിൽ ആവശ്യക്കാർക്ക് ഓയിലായാലും എണ്ണയായാലും വാട്ടറായാലും, അതായത് റോസ്മേരി വാട്ടർ ആയാലും ഞങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതാണ്, അയച്ചു തരാം. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ റോസ്മേരി വാട്ടർ ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. റോസ്മേരി ഇതുപോലെ പാക്കറ്റായിട്ടുണ്ട് വരുന്നത്. ഞാൻ പാക്കറ്റ് ഓപ്പൺ ചെയ്തതാണ്. നമുക്ക് ഇതുപോലെ നമ്മുടെ ആയുർവേദ മരുന്ന് കട, പെട്ടി മരുന്നൊക്കെ പറയില്ലേ, അങ്ങാടിക്കട, അവിടെ നിന്ന് ഇത് വാങ്ങാൻ കിട്ടും. നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. നമുക്ക് ഓൺലൈനിലൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ വാങ്ങാൻ കിട്ടും നമുക്ക്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് സാധനം. ഉണങ്ങിയ നല്ല ഡ്രൈ ആയ ഇതിൻ്റെ ലീഫ്. ഇത് നല്ല മണമുണ്ട് കേട്ടോ. അത് നല്ല മണമുണ്ട്. ഇത് നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ വാട്ടർ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇതുകൊണ്ട് 4 സ്പൂണ് നമ്മുടെ റോസ്മേരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. 2 3 4. നമുക്ക് ഇതിലേക്ക് 1 ലിറ്ററിൻ്റെ 1 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് വേണമെങ്കിൽ ഉലുവയൊക്കെ ചേർക്കാം. പക്ഷേ ഞാൻ ഉലുവ ചേർക്കണില്ല. കാരണം ഉലുവ ചേർത്തിട്ടുണ്ടെങ്കിൽ പച്ച ഉലുവ ചേർത്ത് വെള്ളം തിളപ്പിച്ചാൽ ആ വെള്ളത്തിന് ചിലപ്പോൾ പെട്ടെന്ന് വെള്ളം കേട് വരാൻ സാധ്യതയുണ്ട്. അതായത് വെള്ളം ഇങ്ങനെ എന്താ പറയുക, അത് എടുത്ത് വയ്ക്കുമ്പോൾ അത് ചീത്തയാവാൻ സാധ്യതയുണ്ട്. ഉലുവയിട്ട വെള്ളം നമ്മൾ അന്ന് തന്നെ ഉപയോഗിച്ച് അവസാനിപ്പിക്കണം. അപ്പോൾ നമ്മൾ ഇതങ്ങനെയല്ല, വെറുതെ റോസ്മേരി മാത്രമാണ് ഞാൻ ചേർക്കണം കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് 1 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചത്. ഇനി നമുക്ക് ഇത് നന്നായി ഒന്ന് വെച്ചാൽ ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് ഫ്ലെയിം ആദ്യം ഫുള്ളിലിട്ടിട്ട് തീ കത്തിക്കുക. ആദ്യം ഫ്ലെയിം ഓണാക്കട്ടെ.
നന്നായി ഉള്ളിലിട്ടിട്ട് വേണം നമുക്കിത് തിളപ്പിക്കാനായിട്ട്. തിളച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് കുറച്ചിടാം കേട്ടോ. ഇത് വയ്ക്കാൻ തുടങ്ങിയിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നുട്ടാ, നല്ല മണമുണ്ട് ഇതിന്. അപ്പോൾ ഇത് ആർക്കെങ്കിലുമൊക്കെ ഇത് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ സ്പ്രേ ബോട്ടിലടക്കം അവർക്ക് ആവശ്യക്കാർക്ക് ഈ വെള്ളം വേറെ കുപ്പിയിലും സ്പ്രേ ബോട്ടിൽ അതിനോടൊപ്പം നമ്മളത് പാക്ക് ചെയ്ത് നമുക്ക് ആവശ്യക്കാർക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ വെള്ളമൊക്കെ ഇവിടെ നന്നായി തിളച്ചു തുടങ്ങിയിട്ട് നന്നായി തിളച്ചൊന്ന് ഇതിൽ കിടന്ന് തന്നെ നന്നായി വറ്റട്ടെ. അപ്പോൾ നന്നായി തിളച്ചു തുടങ്ങിയിട്ട് നമ്മുടെ വെള്ളം ഇനി തിളച്ച് ഇത് കുറേ നേരം കിടന്ന് തിളച്ച് ഇതിൻ്റെ ഈ സത്തൊക്കെ ഇതിൽ നന്നായി ഇറങ്ങി നമുക്ക് ഇത് വെറും ചണ്ടി ആയതിന് ശേഷം മാത്രം നമ്മളിത് ഇതിന് വേർതിരിച്ചെടുക്കുള്ളൂ കേട്ടോ. അതുവരേക്കും ഇത് കിടന്ന് തിളച്ച് ഈ വെള്ളം നമ്മളിപ്പോൾ ഒരു കപ്പ് വെള്ളം നിറച്ചൊരു കപ്പ് വെള്ളം ഇതുകൊണ്ട് ഒരു കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചത്. അതായത് 1 ലിറ്ററിൻ്റെ ഒരു കപ്പാണിത് കേട്ടോ. അപ്പോൾ ഇതൊരു 1/4 ലിറ്ററെങ്കിലും ആവണം. അതുവരേക്കും ഇത് വറ്റണം. എന്നാലാണ് നമുക്ക് ഈ വെള്ളം ഇതുകൊണ്ടുള്ള ഈ വെള്ളത്തിന് നമുക്ക് ഗുണം ഉണ്ടാവുള്ളൂ. വെറുതെ തിളപ്പിച്ചിറക്കി വെച്ചിട്ട് കാര്യമില്ല. വെറുതെ വെള്ളം തിളപ്പിച്ചിറക്കി വെച്ച് ഈ റോസ്മേരി ഊറ്റി കളഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല. അപ്പം നമ്മൾ ഇത് നന്നായി തിളച്ച് ഇതിൽ കിടന്ന് നന്നായി തിളച്ച് കിടന്ന് ഇതിൻ്റെ സത്തൊക്കെ ഇതിലിറങ്ങി ഇത് നന്നായി ചൂടാറി തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിൽ നിന്ന് അരിച്ച് ഇത് മാറ്റുള്ളൂ കേട്ടോ. അതുവരേക്കും ഇതിൽ കിടന്ന് തിളക്കട്ടെ. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ റോസ്മേരിയുടെ ലീഫൊക്കെ എല്ലാ ലീഫും താന്നു, വെള്ളവും നന്നായി താന്നു, വറ്റി താന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുണ്ട് നമ്മളിത് ഗ്യാസിൽ വെച്ചിട്ട് അത് സ്റ്റൗവ് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത്രയും വെള്ളവും വറ്റിയിട്ടുണ്ട്, നമ്മുടെ ലീഫൊക്കെ നന്നായി താന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റൗവ് ഓഫ് ചെയ്തിടാം കേട്ടോ. ഒന്ന് കൂട്ടിയിട്ട് കുറച്ചിടാം, ഓഫ് ചെയ്തിടാം. നന്നായി തണുത്തതിന് ശേഷം നമുക്കിത് ഇതിൽ നിന്ന് അരിച്ച് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മുടെ റോസ് വാട്ടറൊക്കെ നമ്മുടെ നന്നായി നല്ല മാതിരി തണുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇതൊക്കെ അതിൻ്റെ ലീഫൊക്കെ നന്നായി അടിയിൽ പോയി കിടക്കണം. ഇനി ഇത് നമുക്ക് ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട്. ഇനി ഇത് അരിച്ചെടുക്കാം. ഇതിൻ്റെ കളറൊക്കെ കണ്ടില്ലേ, നല്ലൊരു ഗോൾഡൻ കളർ പോലെയാണ് ഇതിൻ്റെ വെള്ളം. പിന്നെ ഈ പിഴിയാന്ന് പറയാനില്ല കേട്ടോ. അതായത് ഇങ്ങനെ നല്ല ഡ്രൈ ആയിരിക്കുന്ന സാധനം കാരണം ഇതിൽ വെള്ളമൊന്നും പിടിച്ചിരിക്കില്ല, നമുക്ക് പിഴിയാനൊന്നുമില്ല. ഇത് വെള്ളം വാർന്നു വീണ് കഴിഞ്ഞാൽ പിന്നെ അത് പിഴിഞ്ഞെടുക്കാനൊന്നുമില്ല. ഇനി നമുക്കത് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലിൽ നമുക്കിത് ഒഴിക്കാം കേട്ടോ. ഇത്രയും പോകുന്ന സ്പ്രേ ബോട്ടിലിൽ ഇത് ഒഴിച്ചിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം. ഒരു ഫുൾ കപ്പാണ് നമ്മൾ ഇത് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മുടെ റോസ്മേരി ഇട്ടിട്ട് നമ്മൾ ഒരു കപ്പ് ഫുള്ളാണ് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഇത്രയായി, ഇതിൻ്റെ കളറും ഇങ്ങനെയായിട്ടാണ്. നമുക്കിത് നമ്മുടെ സ്പ്രേ കുപ്പിയിലേക്ക് എടുക്കാം. ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളൂ. ഇനി നമ്മുടെ ഇങ്ങനെ വെച്ചിട്ട് ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് നമുക്ക് ഒരു 1/2 ലിറ്റർ നമ്മുടെ റോസ് വാട്ടറിന് 300 രൂപ. അതിനോടൊപ്പം ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലും കൂടി ഉണ്ടായിരിക്കും. നല്ല മാതിരി മരുന്നിട്ട്, അതായത് നമ്മുടെ റോസ്മേരി ഇട്ടിട്ട് നന്നായി തിളപ്പിച്ച് തണുത്തതിന് ശേഷം വേറെ ഒന്നും നമ്മളിതിൽ ചേർക്കില്ല. വേറെ എന്തെങ്കിലും ചേർത്ത് ചിലപ്പോൾ ഈ വെള്ളം അത് കേടുവരാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതാകുമ്പോൾ നമുക്കൊരു നല്ലൊരു വലിയ കുപ്പിയിൽ ഒഴിച്ച് വെച്ചാൽ ആവശ്യത്തിന് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുവരെ നമുക്കിത് പുറത്ത് സൂക്ഷിക്കാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ആവശ്യത്തിന് എടുത്തിട്ട് തണുപ്പ് പോകുമ്പോൾ നമ്മുടെ തലയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ ഇതുപോലെ ഒരു കുപ്പിയിലേക്ക് ഒഴിച്ചേക്കാം കേട്ടോ. ആർക്കാ വേണമെങ്കിൽ തരാം കേട്ടോ, ആവശ്യക്കാർ വിളിച്ചാൽ മതി.
നമ്മൾ ഇങ്ങനെ വകഞ്ഞ് ഓരോ ഭാഗം വകഞ്ഞ് കുളിക്കുന്നതിന് മുന്നോ അല്ലെങ്കിൽ കുളിച്ചിട്ടോ നമുക്കിത് ചെയ്യാം കേട്ടോ. കുളിക്കുന്നതിന് മുന്നാണെങ്കിൽ കുറേ സമയം കഴിഞ്ഞിട്ട് കുളിച്ചാൽ മതി. അല്ലെങ്കിൽ കുളി കഴിഞ്ഞിട്ട് നമുക്കിത് രാത്രിയിലൊക്കെ കിടക്കുന്നതിന് മുന്നൊക്കെ ഇതിങ്ങനെ സ്പ്രേ ചെയ്തിട്ട് മുടി കെട്ടി വെച്ച് കിടന്നാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഓരോ ഭാഗം വകഞ്ഞിട്ട് വേണം ഇത് ഇങ്ങനെ സ്പ്രേ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ നല്ല സ്പ്രേ ചെയ്ത് തലയ്ക്ക് നന്നായി ഒന്ന് മസാജ് ചെയ്തിട്ട് നമുക്ക് തലമുടി കെട്ടി വയ്ക്കാം കേട്ടോ. എൻ്റെ കുളി കഴിഞ്ഞതാ. ബാക്കി നിറച്ച ബോട്ടിൽ ഇത്രയുണ്ട്, ആവശ്യക്കാർക്ക് കൊടുക്കാനാണ് കേട്ടോ. ഇതുപോലെ സ്പ്രേ കുപ്പിയും കൂടെ അതിനോടൊപ്പം തരും. അപ്പോൾ ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ, ലൈക്ക് ചെയ്തോളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നവരേക്കും ബൈ.